പമ്പയിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ. പമ്പ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം റോഡിലേക്ക് മരം വീണു. മരം മുറിച്ചു നീക്കുന്ന പ്രവൃത്തികൾ നടക്കുകയാണ്. CK അബിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അബിലാൽ, ഗതാഗതം തടസ്സപ്പെട്ടോ ആ ഭാഗത്ത്? ശബരിമല ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ആ മേഖലയിൽ മഴ കനത്തത്. തുടർന്ന് അവർ ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുകയും യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയും ചെയ്യുന്ന വേളയിലാണ് പമ്പ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണത്. പരിപൂർണമായി ഗതാഗതം സ്തംഭിച്ചിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് സംഘങ്ങൾ വലിയ തോതിൽ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു എന്നതിനാൽ തന്നെ ഏറെക്കുറെ 20 മിനിറ്റ് സമയം കൊണ്ട് റോഡിലേക്ക് കടപുഴകി വീണ മരം പരിപൂർണമായി മുറിച്ചു മാറ്റി. അങ്ങനെ 2:15 കൂടി രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പമ്പയിൽ നിന്ന് പുറപ്പെട്ട് പത്തനംതിട്ട പ്രമാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കുന്ന സമയം 3:45 ആ സമയത്തോടുകൂടി വാഹനവ്യൂഹം ഇവിടെ എത്തിച്ചേരുകയും രാഷ്ട്രപതി തിരികെ തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്യും.